Dear students, repetition of one's own words are known as echopraxia, echolalia, echomania, പാലിലാലിയ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ കുട്ടികൾ ഇത് ആൻസർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സമയത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് എക്കോലാലിയ എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു വിഷയവുമില്ല, അത് റൈറ്റ് ആൻസറായി വന്നേനെ. അതിൽ പാലിലാലിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഈ പാലിലാലിയ എന്ന് പറയുന്ന സംഭവം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ അതിലേക്ക് എത്തുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന രണ്ട് തരത്തിൽ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ട് എന്ന് ചോദിക്കുന്നു. അത് എന്തുണ്ട് 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 എന്നുള്ള രീതിയിൽ ആ പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെ സംഭവിച്ചത് മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരു അതർ പേഴ്സൻ്റെ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്. അതിനെയാണ് എക്കോലാലിയ എന്ന് സ്പെസിഫിക്കലി പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തി തന്നെ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, രാവിലെ എന്ത് കഴിച്ചു എന്ന് നമ്മൾ ചോദിക്കുന്നത് ഇഡ്ഡലി എന്ന് ആ കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി എന്ന് പറയുന്ന വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് റെപ്പറ്റീഷൻ ഓഫ് വൺസ് ഓൺ വേർഡ്സ് എന്നാണ്. അവരുടെ തന്നെ വേർഡ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ആ ഒരു സാഹചര്യമാണ് പാലിലാലിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടും അറിയാത്ത കുട്ടിക്ക് ഈ പരീക്ഷയ്ക്ക് ഇത് തെറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ അവർ ആ രീതിയിൽ തന്നെ, ഈ കുട്ടി ഈ രീതിയിലേ ആൻസർ ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് ഇന്ന രീതിയിൽ ഓപ്ഷൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരെ തെറ്റിക്കാൻ പറ്റും. ഇതിനെ ഡിസ്ട്രാക്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇട്ടുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. എല്ലാ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലും 5% ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ സെറ്റ് ചെയ്യാറുണ്ട്. ഈ 5, 15, 20, 30 ആയി മാറുമ്പോഴത്തേക്ക് നമുക്ക് പരീക്ഷ വളരെ ഡിഫിക്കൽട്ട് ആവുകയും വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾ പോലും ട്രാപ്പിലാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ക്ലാസ്സുകളിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനകത്ത് മറ്റു കാര്യങ്ങൾ, എക്കോ എന്ന് പറയുമ്പോൾ ഒരു റെപ്പറ്റീഷൻ അതിനകത്തുണ്ട്. പ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെയാണ് എക്കോപ്രാക്സിയ എന്ന് പറയുന്നത്. ഇപ്പോൾ അപ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, CVയുടെ ഒരു സിംറ്റമാണ്, അല്ലെങ്കിൽ അൾഷിമേഴ്സിൻ്റെ ഒരു സിംറ്റമാണ്. ഇന്നബിലിറ്റി ടു ഡു സ്കിൽഡ് ആക്ടിവിറ്റീസ്. നമ്മൾ എഴുതുക, നടക്കുക, സൈക്കിൾ ചവിട്ടുക, അങ്ങനെയുള്ള നമ്മുടെ സ്കിൽഡ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്രാക്സിയ എന്ന് പറയും. ഇവിടെ എക്കോ എന്ന് പറഞ്ഞ റെപ്പറ്റീഷനാണ്. നമ്മുടെ ഒരു ആക്ടിവിറ്റി വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എക്കോപ്രാക്സിയ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എക്കോമാനിയ എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കറിയാം, എക്കോസിസ്റ്റം, പരിസ്ഥിതി, അതിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ ഒരു അജണ്ടയായിട്ട് മുൻനിർത്തി മുന്നോട്ട് പോകുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു സൈക്കോളജിയാണ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ ഒരു അബ്നോർമാലിറ്റി ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. 1-2 കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഓട്ടിസം എന്ന് പറയുന്ന പേഷ്യൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓട്ടിസം എന്ന് പറയുന്ന പല പേരൻസും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏകദേശം ഒരു 3 വയസ്സ് 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് പറയുന്നത്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഓട്ടിസത്തിൻ്റെ തന്നെ ഏകദേശം ഒരു 30% കറക്റ്റബിൾ ആണ്. അത് ഇയർലി സ്റ്റേജ്, എത്ര ഇയർലി ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നോ അതിനനുസരിച്ച് ആ കുട്ടിയെ ആ രീതിയിൽ ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ എത്ര ഇയർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് പലപ്പോഴും നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കാതെ പോകാനുള്ള ഒന്നാമത്തെ കാരണം ഇതെന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കറിയാം, സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്ന കാര്യം ഒരു കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം 2 to 3 മന്തിലാണ്, അല്ലേ? ഈ പറഞ്ഞ സംഭവം ഈ ഒരു ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂറേഷനിൽ ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നോട്ട് ചെയ്യണം. ഒരു പക്ഷേ അത് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാവാം. ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഡെഫിസിറ്റാണ് ഈ സോഷ്യൽ സ്മൈൽ ഇല്ലാതാവുക എന്ന് പറയുന്ന കാര്യം. പിടിയില്ലേ? അവിടെ അതൊരു പ്രൈമറി സൈനായിട്ട് കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റിയാൽ ആ കുട്ടിയെ സ്ക്രീൻ ചെയ്യപ്പെടും. മനസ്സിലായല്ലേ? അപ്പോൾ ആ ഒരു കാര്യം എത്ര പേർക്കറിയാം? അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇല്ലാതാവുക, സോഷ്യൽ സ്മൈൽ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ആബ്സെൻസ് ഓഫ് സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൈമറി സൈനാണ്.
അതേപോലെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഏകദേശം 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ പതുക്കെ പതുക്കെ സംസാരിച്ച് തുടങ്ങും. അവിടെ ഈ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നമാണ് ഇവരിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ എക്കോ ലാലിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. എക്കോ ലാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്സ്, നമ്മൾ പറയുന്ന മറ്റൊരാൾ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യവും കുട്ടിക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രൈമറി സൈനായിട്ട് തന്നെ കണക്ക് കൂട്ടാൻ പറ്റും. ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടിസത്തിൻ്റെ ഡിഫക്റ്റ് ഉണ്ടോ? അപ്പോൾ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു സൈനാണ് ഞാൻ പറഞ്ഞത്, എക്കോ ലാലിയ എന്ന് പറയുന്നത്. ഈ രീതിയിൽ കണക്റ്റ് ചെയ്ത് പഠിച്ചോണം. അല്ലാതെ ഒരു കാര്യം പഠിച്ചതിന് ശേഷം ഇതിനകത്തുനിന്ന് വേറൊന്നും ചോദിക്കാനില്ല, ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരും പോകരുത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. വേറെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. എനിവേ വളരെ കുറച്ച് സമയം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.